ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? തലശ്ശേരി ബിരിയാണി. അപ്പം നമുക്കതിനാവശ്യമായ സാധനങ്ങൾ: സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളക് പൊടി ഇട്ട് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. സവോള, തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ഇടുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങളിട്ട് ഉപ്പിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിനകത്തിട്ട് യോജിപ്പിച്ച് അതിനകത്ത് തക്കാളീൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നല്ലപോലെ വഴറ്റി കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വേവുകയും ചെയ്യും. അതിനുശേഷം അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് ഇറങ്ങും ചിക്കൻ്റെ. അങ്ങനെയാണ് നമ്മൾ മസാല ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് വേറെ തന്നെ മസാല കൂട്ടും അതും ഇതും ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിന് സിമ്പിളാണ്, പെട്ടെന്ന് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുക. അടുത്തത് നമുക്ക് അതിൻ്റെ ചോറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പിന് നമ്മൾ 1.25 കപ്പ് വേണം വെള്ളം എടുക്കാനായിട്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവോള എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വറുത്തെടുത്ത് അതിന് ശേഷം പിന്നെ അതേ ഇതിൽ തന്നെ നമ്മൾ അളന്ന് വെച്ച് എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ 1.25 ഗ്ലാസ് ആയിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നെയ്യിലാണ് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ പട്ടയും ഗ്രാമ്പും അതിനകത്ത് ഇടുക. പിന്നെ വഴറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ആ ഇത് നെയ്യിൽ തന്നെ വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് പിന്നെ അരി കഴുകി അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. എന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. വേവിച്ച് ഉപ്പ് അതിനകത്ത് ഇടണം. അതേപോലെ തന്നെ പിന്നെ ഞാനിതിനകത്ത് പിന്നെ വേറെ ഒന്നും ഇതായിട്ട് ചേർക്കാറില്ല. കളറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണ് കേട്ടോ. ഞാനതൊന്നും ഇടാറില്ല. ഇതിനകത്തുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇട്ടിട്ടുണ്ടാക്കുന്നത്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട് ആവിയിൽ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇറക്കി വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യൊന്ന് ഉറ്റിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിത് അട്ടിയിടുക. ചെറിയൊരു പാത്രം എടുക്കുക. ആദ്യം അതിനകത്ത് സവോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടുക. പിന്നെ ഇച്ചിരി ചോറിടുക. പിന്നെ ചിക്കൻ്റെ നമ്മളിപ്പോൾ ഇത് മസാല ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇടുക. അങ്ങനെ അട്ടിക്കിടുക. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആവശ്യമെങ്കിൽ നമുക്ക് മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഞാനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കളർ ഞാൻ ചേർക്കാറില്ല. ഇതാണ് എൻ്റെ ബിരിയാണി. നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ തന്നേക്കണം. ഇത് നമ്മളെ തലശ്ശേരി ബിരിയാണിയാണ്. ആവശ്യമില്ലാത്ത മസാലകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ എന്നോടൊരു അഭിപ്രായം ഒന്ന് പറയണം. ഇതാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ തലശ്ശേരി ബിരിയാണി. ഞാൻ കളറൊന്നും ഇല്ല കേട്ടോ, കളറൊന്നും ചേർത്തിട്ടില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ വെറുതെ മുകളിൽ വിതറി കൊടുക്കും. പിന്നെ ഇച്ചിരി മല്ലിയില. കളറ് ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഒന്നും ചേർത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ. ഇതല്ല, ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ വീഡിയോ. ഓക്കെ, കണ്ട, ഇതാണ് എൻ്റെ തലശ്ശേരി ബിരിയാണി.